കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു നമ്മൾ വില്ലേജിൽ നിന്ന് കിട്ടിയ ക്രോപ്സും കാര്യങ്ങളൊക്കെ നടാൻ ഒരു ഐലൻഡ് സെറ്റ് ചെയ്യും എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഐലൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാനൊരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന സ്ഥലത്താണ് നമ്മളെ ഈ വീഡിയോൻ്റെ കണ്ടൻ്റായ വീട് നിർമ്മിക്കാൻ പോകുന്നത്. ഗൈസ്, ഇത് ഇവിടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മരവും കുറച്ച് ഹെയർ ബ്ലേഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ട് പോകാൻ ഉണ്ടാക്കിയ ബ്രിഡ്ജ്. ഇവിടെ അത്യാവശ്യം ക്രോപ്സ് വളർന്നിട്ടുണ്ട്. ഇനി അതൊക്കെ വിളവെടുത്തിട്ട് വീണ്ടും ഇവിടെ തന്നെ നടണം. ആ സ്ഥലത്താണ് നമ്മൾ എന്തായാലും ഇന്ന് വീട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ വീട് നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീടാണെന്ന് അവിടെ എഴുതി വെക്കേണ്ടതും. കാരണം അത്ര മോശം ബിൽഡ് തന്നെ ആയിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനിൽ വെച്ച് വരുന്നത്. പിന്നെ ഈ കാണുന്ന പാലം തന്നെ എന്തോ ഒരു ഇതിനായതാണ് ഇങ്ങനെ. എന്തായാലും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്കൊക്കെ വെച്ച് പില്ലർ ചെയ്ത് കയറുന്നുണ്ട്. MLG വർക്ക് പിന്നെ അല്ല, നമ്മളേതാ. എന്തായാലും നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വീഡിയോയിൽ കൊടുത്ത അളവൊക്കെ 1-2 വട്ടം തെറ്റിച്ച് ചെയ്തതിനാൽ ഏകദേശം 5-6 മണിക്കൂർ ഒരു ഭാഗം റെഡിയാക്കുമ്പോൾ ഒരേ ഭാഗം പോവും. ആ ഭാഗം റെഡിയാക്കുമ്പോൾ നേരത്തെ കാണിച്ച ഭാഗം നമ്മൾ അങ്ങനെ ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അതന്നെ വീണ്ടും റെഡിയാക്കണം. അങ്ങനെ ആകെ ഒരു ചടപ്പായിരുന്നു സംഭവം. ഞാൻ ഒരുപാട് നേരം, ഏകദേശം 5-6 മണിക്കൂർ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ ആണ്. ഏകദേശം 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല, ഓരോ ഉണ്ടാക്കി വെച്ച ഓരോ ഭാഗങ്ങൾ നമ്മളിങ്ങനെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞാൻ ഏതായാലും ബാക്കി പില്ലർ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ബാക്കി പില്ലർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഞാൻ ആദ്യം അത് നമ്മൾ ഈ പുകയൊക്കെ പോകാൻ വെക്കുന്ന സാധനം, ഈ കാണുന്നത് പുകയൊക്കെ പോകാൻ വെക്കുന്ന സാധനം എന്നൊക്കെയാണ് കരുതിയത്. സംഭവം അതൊന്നുമല്ല, നമ്മുടെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസിനുള്ള വഴി ഉണ്ടാക്കാനാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം അത് അതിനാണെന്നാണ് കരുതിയത്. സംഭവം അതിനല്ലത്. എന്തായാലും നമുക്ക് ഇത് ബാക്കി കൂടി സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഞാനിത് ഉള്ളവും സൈഡും മുകളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും പന്നീനെ, കൗവോ അല്ലെങ്കിൽ ഷീപ്പിനൊക്കെ വളർത്താം. ഇതാണ് നമ്മുടെ മുകൾ വശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബാൽക്കണി, പിന്നെ സ്റ്റോറേജും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ലൈറ്റും ഒക്കെ ഓഫ് ക്യാമറയിലായിരിക്കും ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനൊരു ലുക്കാണ് നമ്മുടെ വീടിനുള്ളത്. ഇനി നമുക്ക് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി ഒന്നുകൂടി സെറ്റാക്കണം. അങ്ങനെ കഴിച്ചത് ഞാൻ സൈഡിൽ കൂടെ ഒക്കെ സ്റ്റെയർ കേസ് വെച്ചതിന് ശേഷം നമ്മുടെ ഹൗസ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വുഡിൻ്റെ സ്റ്റെയർ കേസും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടിപൊളിയാക്കാം. ഇതിൻ്റെ മുകളിൽ വുഡിൻ്റെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പം നമ്മൾ ഏതായാലും അതുകൂടിയും വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ കഴിച്ചത് നമ്മളവിടെ വെക്കാനുള്ള സ്ഥലത്ത് ജനലും പിന്നെ വുഡിൻ്റെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വെച്ച് വീട് ഒന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ വെച്ച സ്പ്രൂസിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളവിടെ ഓക്കിൻ്റെയും കാര്യങ്ങളൊക്കെ വെക്കണം. നമ്മൾ സ്പ്രൂസിൻ്റെ വെച്ച ഭംഗി ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഓക്കിൻ്റെ തന്നെ അവിടെ വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ മോള് കാണിച്ചു തരാം. മോൾ ഭാഗം മുകളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ ആലോചിക്കുന്നത് താഴത്തെ സ്റ്റോറേജും മുകളിൽ എവിടെയെങ്കിലും ആയിട്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് കാണുമ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഹൗസ്. ഇനി ബാക്കി മുകളിൽ ചിമ്മിണി ഞാൻ പറഞ്ഞില്ലേ, മുകളിലത്തെ ചിമ്മിണിയും കാര്യങ്ങളൊക്കെ വേറെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അത് വേറെ ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ട്. ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിലായിരിക്കും ചെയ്യുന്നത്. ഗൈസ്, ഇതാണിപ്പോൾ നമ്മുടെ ഏകദേശം വീടിൻ്റെ ലുക്ക്.